ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ മധ്യപ്രദേശിൽ സാഗർ എന്ന് പറയുന്ന സ്ഥലത്ത് 24-24 വർഷത്തിലാണ് ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നു. എനിക്ക് നാട്ടിലുള്ള ദൈവദാസന്മാരെയൊന്നും അധികം അങ്ങനെ പരിചയമില്ല. എന്നാലും പ്രജിത് പാസ്റ്ററും ഞാനുമായിട്ട് കണ്ടുമുട്ടിയ പരിചയപ്പെട്ട കാര്യം ഒന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രജിത് പി മാത്യു, ഞങ്ങൾ തമ്മിലെ വളരെ ഒരുപാട് പരിചയമൊന്നുമില്ല. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലാണല്ലോ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ വീട് റാന്നി ചേത്തയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ ഞാൻ റാന്നിയിൽ പോയ സമയത്ത് ഇവരെ 4 പേരെ ഞാൻ പരിചയപ്പെടുവാനിടയായി തീർന്നു. 4 ദൈവദാസന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. റാന്നിയിൽ നെല്ലിക്കമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ ഇവര് 4 പേര് 4 ദൈവദാസന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ഒരു ദിവസം ഇവര് 4 പേരുമേ ഉള്ളായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. അതിലൊന്ന് പാസ്റ്റർ സുനി ഐക്കാട്, 2 പ്രജിത് പി മാത്യു, പിന്നെ ഒരാള് ഒരു ചെറുപ്പക്കാരനാണ്, കല്യാണം പോലും കഴിച്ചിട്ടില്ല, ബ്രദർ ഷാൻ, ഒരു CA കാരനാണ്. എന്നാൽ വളരെ ഇവരുടെ 4 പേരുടെയും വേറൊരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇവർ 4 പേരും വളരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവിടെ ഇരുന്ന് 4 പേര് കൂടിയിരുന്ന് ആരാധിക്കുന്നത് ഞാൻ കണ്ട്. ഞാനും പോയി അവരുടെ കൂടി ഇരുന്നു. അപ്പൊ അന്നേരം അവിടെ ഇരുന്നൊരു പ്ലാന് ഇവർ ചെയ്യുന്നത് ഞാൻ കണ്ടു. തിരുവനന്തപുരം സൈഡിലെ കാട്ടാക്കട സൈഡിലെ ഒരു സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോവാന്. അങ്ങനെ ഞാനും ഇവരുടെ കൂടെ പോവാന് ഞാൻ ചോദിച്ചു, ഞാനിവിടെ നിങ്ങളുടെ കൂടെ വരുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ വലിയൊരു കൂട്ടത്തിന്റെ മധ്യത്തിലെ ഒരു ചർച്ചിലാണ് പോയത്. ആ ചർച്ചിലെ ഒരുപാട് ആൾ കൂടി. ഇവരിൽ നിന്ന് വലിയൊരു പരിശുദ്ധാത്മ പകർച്ച അവിടെ ഉണ്ടാകുന്നത് അന്ന് കാണുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു പരിചയമാണ് ഈ ദൈവദാസനുമായിട്ടുള്ളത്. എനിക്ക് മനസ്സിലായി കർത്താവ് അവരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേകരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അഭിഷേകം അവരുടെ മേലുണ്ട്. അങ്ങനെ പിന്നെ അന്ന് തൊട്ട് ഫോണിൽ കൂടെ സംസാരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. എനിക്ക് ഇപ്പോൾ നല്ല സുഖമില്ലാതിരിക്കുകയാണ്. പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യുക്തമായ രീതിയിൽ നമ്മുടെ മധ്യത്തിൽ എങ്ങനെ ഉപയോഗിക്കണമോ അങ്ങനെ ദൈവത്തിന്റെ ദാസനെ ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവം തന്റെ ദാസനെ ഉപയോഗിക്കട്ടെ. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ പ്രജിത് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രിയ കൂട്ടായ്മയുമായി ചേർന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഹല്ലേലൂയ ഇതിന് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്ററും ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ജോസ് ജേക്കബ് സിസ്റ്റർക്കും ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുവിനുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. നമ്മൾ ഒരുമിച്ച് കൂട്ടി വന്നത് വൃഥാവായി തീരുവാൻ ദൈവം ഇടയാക്കിയില്ല. ദൈവം വിശ്വസ്തനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നാം എവിടെ ഇരിക്കുന്നോ എന്നുള്ളതല്ല കാര്യം. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എപ്രകാരം നമ്മൾ സ്വീകരിക്കുന്നുവോ അതനുസരിച്ചുള്ള ദൈവപ്രവൃത്തി, ആ വചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്ത ജെയ്സൺ ബ്രദറെ ഫാമിലി അനുഗ്രഹീയമായ രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്തു. തുടർന്നും സ്തോത്രം ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
അതുപോലെ തന്നെ ഇന്ന് അനേക ദൈവാസന്മാർ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ബീഹാറുള്ള കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ ഇടയാക്കിയല്ലോ. ദൈവം ശക്തമായി വീണ്ടും കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ഹാലലിയ. അതോടൊപ്പം തന്നെ ഹാലലിയ, ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്റെ സ്നേഹിതന്മാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പലരും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ ഹാലലിയ ദാസന്മാർ പലരും ഉണ്ട്. കർണാടകയിൽ നിന്ന് ഷിബു പാസ്റ്റർ ഉണ്ട്. ഹാലലിയ. അതുപോലെ കർണാടകയിൽ നിന്ന് തന്നെ സോനു പാസ്റ്റർ ഉണ്ട്. കർത്താവിന്റെ ദാസി ഹാലലിയ നിസി സുനി ഐക്കാടുണ്ട്. പ്രത്യേകം സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഹാലലിയ ബീന സിസ്റ്റർ, ഹാലലിയ സോജി ബ്രദർ, എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ അലഹബാദിൽ ഹാലലിയ സ്തോത്രം നൈനിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന എന്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജേക്കബ് ജോൺ പാസ്റ്റർ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോട് കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ജീസസ് ജനറേഷൻ ഗോസ്പൽ ആർമി മിനിസ്ട്രീസ് എന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വടക്കേന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് അവസരം ഒരുക്കി തരുന്നു. ബീഹാറിൽ മധുബനി എന്ന് പറയുന്ന സ്ഥലത്ത് 2 പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ശക്തമായ വേല നടന്നു വരുന്നു. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഛത്തീസ്ഗഡ് ഹാലരിയ തുടങ്ങിയ സ്ഥലങ്ങളിലും, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഹാലരിയ ഞങ്ങൾ വേല ചെയ്യുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ഭാര്യയും 3 മക്കളുമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കോട്ടയം പാമ്പാടി താമസിക്കുന്നു. ഹാലലിയ, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അയക്കുന്നിടത്തൊക്കെയും കടന്നുപോയി വേല ചെയ്യുകയും അതോടൊപ്പം തന്നെ ദൈവത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഹാലലിയ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. വചനത്തിലേക്ക് കയറുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹാലലിയ, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇന്ന് ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി ഹാലലിയ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹാലലിയ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25-26 വാക്യങ്ങൾ. അന്ന് രാത്രി കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള 2ാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് 2ാമത്തെ കാളയെ എടുത്ത് ഈ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാം. ഗിദെയോൻ തന്റെ വേലക്കാരൻ കൂട്ടി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, നൽകപ്പെട്ട നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ മധ്യാഹ്നത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ ആരാപ്പം കൃപ തന്നുവല്ലോ. ഈ വചനത്തിൽ കൂടി ഞങ്ങളോട് പല പ്രാവശ്യം കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. അതിനായി സ്തോത്രം. ഇന്ന് പകലും വീണ്ടും ഈ വചനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെടുവാൻ തോന്നിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തെടുപ്പാൻ ആഗ്രഹിക്കുന്നുവോ അത് ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ വെളിപ്പെട്ട് വരണം. ഓരോരുത്തരെയും വ്യക്തിപരമായി കുടുംബമായി കർത്താവെ സഭയായി നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധ്യ മച്ചകളെ വേർവിക്ക് തുടച്ചിലെന്ന് ഹൃദയത്തിലെ ചിന്തകളെ ഭാവങ്ങളെ വിവേകിക്കുമായി ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ വെളിപ്പെട്ട് വന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. കർത്താവ് ഒരു തടസ്സം കൂടാതെ ഈ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ ദൈവം സഹായിക്കണമേ. ആത്മീയ ശുശ്രൂഷ വെളിപ്പെടുവാൻ തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ പോരുകളുടെ മേലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുന്നു. കർത്താവിന്റെ നാമം സകലത്തിലും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകേണ്ട സ്ഥാനത്തു നിന്ന് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായി തീർന്നു. ഹാലലിയ, ഹാലലിയ. ദൈവത്തിന്റെ വചനം പറയുന്നുവല്ലോ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാതിനു മുമ്പേ ഞാൻ നിന്നെ കണ്ടു അറിഞ്ഞു. ജാതി എന്ന് പറയുന്നത് പോലെ ഹാലലിയ, സ്തോത്രം ചെയ്യും. എന്റെ അമ്മ എന്നെ പ്രസവിച്ചത് 6ാമത്തെ മാസത്തിലാണ്. ഞാൻ ജീവിച്ചിരിക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. പക്ഷെ ഇന്ന് ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ സാക്ഷിയായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രാവശ്യം പല അപകടങ്ങളിൽ അകപ്പെട്ടു പോയെങ്കിലും അവിടെ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ, സ്തോത്രം. മർത്തോമാ സഭയിലെ ഒരു സുവിശേഷകൻ, ഒരു മിഷണറി ആയിട്ട് ആന്ധ്രാപ്രദേശിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ വേണ്ടി കടന്നു പോകാൻ ഇടയായി തീർന്നു. എന്നാൽ ഹാലലിയ, സ്തോത്രം, ദൈവവചനത്തിന്റെ സത്യം ഗ്രഹിപ്പാനും ഹാലലിയ, സ്തോത്രം, വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരുവാനും കർത്താവ് അടിയനെ സഹായിച്ചു. ഹാലലിയ, രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുവാനും കർത്താവ് കൃപ നൽകി. കർത്താവിന്റെ ദാസൻ സുനി ഐക്കാട് പാസ്റ്ററുടെ ഹാലലിയ ശുശ്രൂഷയിൽ കൂടെയാണ് എനിക്ക് ഹാലലിയ ഈ വിശ്വാസ മാർഗത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. തന്നോടൊപ്പം ഹാലലിയ, സ്തോത്രം, പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിന്റെ ദാസനെയും പരിചയപ്പെടുവാൻ, ഷായി പാസ്റ്ററെ പരിചയപ്പെടുവാൻ ഇടയായി
ഇടയായി തീർന്ന എല്ലാത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ. പലരും ഇതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹാലലിയ. സ്തോത്രം ചെയ്യുന്നു. ശിവദാസ് സഹോദരനായി സ്തോത്രം ചെയ്ത് തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ദൈവാത്മാ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആളിലെ അശ്രദ്ധയോടിരിക്കരുത്. ദൈവാത്മാവിന് എന്താണോ നമ്മൾ സംസാരിക്കുന്നുള്ളത് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വിടുതലായി വെളിപ്പെടാൻ പോകുന്നത്. സ്തോത്രം. പ്രതിയാൽ ആത്മീയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആളിലെ ഒരു ആത്മീയ വിടുതലിലേക്കും നിറവിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വചനത്തിൽ കൂടെ ദൈവാത്മാവ് എനിക്ക് നൽകിയ ആളിലെ പ്രകാശനം എന്ന് പറയുന്നത്. കൊണ്ട് ആ നിലവാരത്തിൽ ദൈവിക വിളിയുള്ള തിരഞ്ഞെടുപ്പുള്ള ഓരോരുത്തരുടെ മേൽ ദൈവത്തിന്റെ കൃപദൈവം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വായിച്ച ഭാഗത്ത് ഇപ്രകാരം കാണുകയാണ്. ഹല്ലേലൂയ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആരാണ് സ്തോത്രം. ഹല്ലേലൂയ. ആരാണ് ഈ കൽപ്പന പ്രാപിച്ചത്? അത് മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും പരിചിതനായ ശക്തനായ ഒരു ന്യായാധിപനായി ശുശ്രൂഷ ചെയ്ത ഗിദെയോനാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഗിദെയോനെ പോലെ ദൈവിക വിളി ലഭിക്കപ്പെട്ട അനേകർ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിലും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അപ്രകാരം വിളിച്ചിരിക്കുന്നവരാണ് നമ്മൾ പലരും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഗിദെയോന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വലിയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 7 വർഷമായിട്ടുള്ള സ്തോത്രം ഒരു വലിയ ബുദ്ധിമുട്ടിൽ കൂടെ അവർ കടന്നു പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. 3 ശക്തികൾ തങ്ങൾക്കെതിരെ കയറി വന്നു. ഇസ്രായേലിനെതിരെ സ്തോത്രം ചെയ്യുന്നു കടന്നു വന്ന ശക്തികൾ. സ്തോത്രം. ഇങ്ങനെ കാണുകയാണ്. മിദ്യാന്റെ കയ്യിൽ യഹോവ 7 സംവത്സരത്തേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ആ മിദ്യാനിയുടെ നിമിത്തം പർവ്വതങ്ങളിലും ഗഹരിലും ഗുഹകളിലും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലിയക്കരും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെ വരും. 3 ശക്തികളാണ്. അമാലിയക്കർ, കിഴക്കേ ദേശക്കാർ, മിദ്യാന്യർ. ഇവര് 3 പേരും കൂടെ ഇവരുടെ അടുക്കൽ കടന്നു വന്ന് ഇവരുടെ വിള നശിപ്പിച്ചുകൊണ്ട് ഇവരെ കഷ്ടതയിലേക്ക്, ശൂന്യതയിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ സ്തോത്രം ചെയ്യുന്നു. ശത്രുവിന്റെ കയ്യിൽ തന്റെ ഗോതമ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മുന്തിരി ചക്കിന് അരികെ വെച്ചുകൊണ്ട് തന്റെ ഗോതമ്പ് മെതിക്കുന്ന ഗിദെയോനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പലപ്പോഴും പൂർണ്ണമായി വെളിപ്പെട്ട് വരുവാൻ കഴിയാതെ മറഞ്ഞിരുന്ന് ശുശ്രൂഷ ചെയ്യേണ്ട, മറഞ്ഞ് ജീവിക്കേണ്ട പല അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് തന്നെ പുറത്തെടുക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതൻ അവനെ കാത്തിരുന്നു. ഹല്ലേലൂയ. അതേപോലെ ചിലരെ ദൈവം കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിൽ എന്റെ സ്തോത്രം സ്നേഹിതരെ, വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നമ്മളെ ദൈവം കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് തന്റെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ കാത്തിരിക്കുകയാണ്. വിളിയുണ്ടെങ്കിലും, തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും, വാക്തത്വം ഉണ്ടെങ്കിലും, പ്രവചനമുണ്ടെങ്കിലും ആത്മീയമായ ശുശ്രൂഷയിലേക്ക് കയറി വരുവാൻ കഴിയാതെ പല മേഖലകളിൽ ഒതുങ്ങിപ്പോകുന്ന അനുഭവങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ ഈ വചനത്തിൽ കൂടെ ദൈവാത്മാ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വിളിച്ച വിളി വലുതാണ്. ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ദൈവം നൽകിയ ദർശനം വലുതാണ്. ദൈവം നൽകിയ ശുശ്രൂഷയൊക്കെ വലുതാണ്. എല്ലാം വലുതാണെങ്കിൽ തന്നെയും അതിൻ്റെതായ അളവിൽ സ്തോത്രം ചെയ്യുന്നു വേർതിരിക്കപ്പെടുവാനോ ശുശ്രൂഷ ചെയ്യുവാനോ കഴിയാതെ പലപ്പോഴും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒതുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ആരെങ്കിലും അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ കടന്നു എന്ന് അവനെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതേപോലെ ചില ദൂതുകൾ നമ്മെ കാത്തിരിക്കുന്നു, ചില വചനങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു, ചില വാഗ്ദത്തങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ഇന്ന് അതുമായി ഒന്ന് ഏറ്റുമുട്ടുവാൻ, ഒന്ന് കണ്ടുമുട്ടുവാൻ തയ്യാറായാൽ സ്ഥിതികൾ മാറാൻ പോകുന്നു. ചില വചനം ദൈവവചനത്തിന്റെ ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്ന ഞാൻ ആത്മാവിൽ അറിയുന്നു. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ നടക്കണം. സ്തോത്രം ചെയ്യുന്നു. ശബന റിബന റിയാനുക വൈദനാരക ശിഖന്ധനാരിക ശസ്യാനുക ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം വചന ചിലത് തുറന്നു തരാൻ പോകുകയാണ്. ഇതുവരെ നിന്റെ മുമ്പിൽ വെളിപ്പെടാതിരുന്ന ചില പുതിയ മേഖലകളെ ദൈവാത്മാവ് തുറക്കാൻ പോകുകയാണ് വചനത്തിൽ കൂടെ. അടകന ശകന അർഗശ്യാനുക ഉടവൽ ഖനാദിയന്ധനാരികശ്യാനുക അടഞ്ഞുപോയ വഴികൾ സ്വത്രം വിളി ഗിദെയോന്റെ മേലുണ്ട്. അവനെ ദൈവം പരാക്രമശാലിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവൻ പരാക്രമശാലി
ശക്തിശാലിയല്ല. അവൻ വിളിയിലേക്ക് വന്നിട്ടില്ല. ദൈവമായിട്ടൊരു ഹാലലിയ ബന്ധത്തിലേക്ക് അവൻ വന്നിട്ടില്ല. അവന്റെ ഭവനത്തിൽ നടക്കുന്ന ആരാധന പോലും അത് അന്യ ആരാധനയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിൽക്കുമ്പോൾ അത് ദൈവിക വിളി ഉണ്ടെങ്കിലും അന്യാരാധന ബന്ധനത്തിൽ കിടക്കുന്ന ചില കുടുംബങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവാത്മ വിടുവിക്കാൻ പോവുകയാണെന്ന് ദൈവാത്മ ദൂത് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവിക വിളി ഉണ്ടെങ്കിലും അന്യാരാധന ശക്തിയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ ദൈവാത്മാവ് ഈ ദിവസം സന്ദർശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തന്നെ ദൂതനെ അയച്ചതുപോലെ ദൈവത്തിന്റെ ദാസന്മാരെ ചില ഭവനങ്ങളിലേക്ക്, ചില വ്യക്തികളുടെ അടുക്കിലേക്ക് ദൈവാത്മാവ് അയക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യക്തമായി ദൈവാത്മാവ് പറയുന്നു, ദൈവം തന്റെ ദൂതനെ ഗിദെയോന്റെ ഭവനത്തിലേക്ക് അയച്ചതുപോലെ, ഗിദെയോന്റെ അടുക്കിലേക്ക് അയച്ചതുപോലെ എന്നെയും നിന്നെയും ദൈവം ചില ഭവനങ്ങളിലേക്ക്, ചില വ്യക്തികളുടെ അടുക്കിലേക്ക് അയക്കാൻ പോവുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? ദൈവിക വിളിയുണ്ടവന്, ദൈവിക തിരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ കർത്താവിനെ അറിയാതെ അന്യ ദൈവത്തെ സേവിച്ച് കടന്നു പോകുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ അന്യ ദൈവങ്ങളെ സേവിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടങ്ങളെ ദൈവം കണ്ടിട്ടുള്ളവരെ വിളിച്ച് വേർതിരിക്കും തക്കവേണം ഇന്ന് പകൽ ഒരു അഭിഷേകം ദൈവാത്മാവ് നമ്മുടെ മേൽ കൈമാറട്ടെ. ഹല്ലേലൂയ. ദൂത് കേൾക്കുവാൻ തന്നെ ഒരു കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാലാണല്ലോ. നാം സ്നാനപ്പെട്ടതും ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതും ദൈവത്തിന്റെ കൃപയാലാണ്. നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ആ കൃപ ഇന്നിവിടെ വ്യാപരിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇപ്പോൾ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വചനം വേണ്ട വിധത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയാതെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി ഹൃദയത്തിനകത്ത് പോരടിക്കുന്ന, ചിന്താമണികളിൽ പോരടിക്കുന്ന എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിലും അത് പ്രയോജനമായി വരാതെ, ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിലും അത് നിറമായി വെളിപ്പെട്ട് വരാതെ, ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ, അത് സാധാരണ നിലയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരു ടേണിംഗ് പോയിന്റ് ഈ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വചനം ആളിലെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. വചനം അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഡെലിവറൻസുകൾ അത് ദൈവവചനം ഗ്രഹിക്കുവാൻ തക്ക വേണം, ദൈവവചനം ഏറ്റെടുക്കുവാൻ തക്ക വേണം, ആകേണ്ട പോലെ ആയിത്തീരുവാൻ തക്ക വേണം. ഈ വചനത്തിന്റെ ക്രിയ വെളിപ്പെടുവാൻ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ശമന റബാനിയ അതന റബൽക്കാൻ അകശി റംദനി രകസി ധൂനവ ഉട്ടമാന വൈര ഹത്തുനാർഗക്ഷസ്യാനക ആളിലെ സജി എന്ന് പറയുന്ന ആ ദിവസത്തിലിരിക്കുന്ന കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ദൈവാത്മാവ് ഇറക്കിക്കൊണ്ടുവരാൻ പോവുകയാണ്. ചില വ്യക്തമായി ദൈവവചനം വായിക്കുമ്പോൾ തന്നെ അവൻ ദൈവവചനത്തിൻ്റെതായ ഒരു ക്രിയ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്ന് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ചില ഡെലിവറൻസുകൾ വചനത്തിൽ കൂടെ ദൈവാത്മാവ് കൈമാറാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ആകയാൽ ഈ ദിവസങ്ങളിൽ വചന ധ്യാനത്തിൽ ഉറ്റിരിക്കുവാൻ ദൈവാത്മാവ് ആലോചന പറയുന്നു. പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിൽ ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അസാധാരണമായ ദൈവപ്രവർത്തികൾ, ആത്മീയ മർമ്മങ്ങൾ അവരിൽ കൂടെ വെളിപ്പെട്ട് വന്നു, അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വന്നു. ഇന്ന് ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരോട് ദൈവാത്മാവ് പറയുന്നു, ദൈവവചനത്തിൽ ഉറ്റിരിക്കട്ടെ. ആത്മീയമായ ചില മർമ്മങ്ങളെ ചില സ്വന്തം ദൈവിക പ്രവർത്തിക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ചില ശക്തീകരണങ്ങളെ വചനത്തിൽ കൂടെ തന്നെ ദൈവാത്മാവ് കൈമാറും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ദൂതൻ വന്ന് ഗിദെയോനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കറിയാം ദൈവത്തെ. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിതാക്കന്മാരുടെ കാലം മുതൽ കേട്ടു തുടങ്ങിയതാണ്. പിതാക്കന്മാരുടെ കാലത്ത് ചെയ്ത അത്ഭുതങ്ങളൊക്കെ ദൈവം ചെയ്തതിനെ കുറിച്ചൊക്കെ തനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ സ്തോത്രം ചെയ്യുന്നു, പഴയകാല പിതാക്കന്മാരുടെ ചരിത്രം ഉണ്ടെങ്കിലും ഇന്നും ദൈവത്തിന്റെ വെളിയിലേക്ക് വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന തലമുറകളുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അപ്പന്മാരുടെ കാലത്ത്, പിതാക്കന്മാർ
പുത്രന്മാരുടെ കാലത്ത് അത്ഭുതങ്ങൾ നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഈ തലമുറയിൽ ചിലതിനെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെയും നിന്നെയുമാണ് അങ്ങനെ ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്ര. ഈ കാലം എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കാം? വ്യക്തമായി വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ, ദൈവ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹാലയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതനുമായി ഒരു കണ്ടുമുട്ടൽ ഗിദെയോന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അവന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായിട്ട് അവനോട് പറയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പകൽ ഒരു ദൂത് പറയാം. ആരൊക്കെ നിന്നോട് കൂടെ ഇല്ലെങ്കിലും സാരമില്ല, ആരൊക്കെ നിന്റെ അടുത്ത് നിന്നെ സഹായിപ്പാനില്ലെങ്കിലും സാരമില്ല, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദൂതും ആ ഉറപ്പുമാണ് നിന്നെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവ വിളിയുള്ളവന്റെ മേൽ, ദൈവിക തിരഞ്ഞെടുപ്പുള്ളവന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവന്റെ പുറകെ പോകുകയാണ്. ദൈവം ആരെയൊക്കെ കണ്ടോ അവരുടെ ഒക്കെ പുറകെ കർത്താവ് പോകുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്, അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരെ വിളിക്കുകയാണ്, അവരെ കൂടെ കൊണ്ടു നടക്കുകയാണ്. എന്താ കാരണം? കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, ബലഹീനതകൾ ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും കർത്താവ് അവരെ കൂടെ കൊണ്ട് നടന്നതിന്റെ കാര്യം എന്താണ്? അവരുടെ മേലൊരു വിളിയുണ്ട്. ആ വിളിയിലേക്ക് അവരെ കൊണ്ടുവരണം. ഇപ്രകാരം ദൈവിക വിളിയുണ്ടെങ്കിലും വിളിയിലേക്ക് വരുവാൻ കഴിയാതെ ഇരുന്ന ഗിദെയോന്റെ ജീവിതത്തിൽ അവൻ ദൈവ സാന്നിധ്യം അവിടെ അനുഭവിക്കുകയായിരുന്നു. സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നാം എവിടെ ഇരുന്നാലും അവിടെ ദൈവത്തിന് വരുവാൻ കഴിയും. നാം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. കാരാഗ്രഹത്തിൽ കിടന്നാലും, സമുദ്രത്തിനടിയിൽ കിടന്നാലും, ഏത് മേഖലയിൽ കിടന്നാലും, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കിടന്നാലും, ഏത് വെല്ലുവിളിയുടെ നടുവിൽ ഇരുന്നാലും അവിടെ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നീ വിളിക്കുന്നത്. ഇത് സ്തോത്രം. നമുക്കറിയാം, പഴയ നിയമ പ്രവാചകനായ യോന, അവൻ കടലിന്റെ ആഴത്തിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ അവിടെ കിടന്ന് നിലവിളിച്ച പ്രാർത്ഥന ദൈവം കേട്ടിട്ട് അവനെ പുറത്തു കൊണ്ടുവന്നു. ഇതേപോലെ ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ട് പുറത്തു വരുവാൻ കഴിയാതെ പ്രശ്നത്തിനകത്ത് കിടക്കുന്ന ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ വിടുവിക്കപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, വ്യക്തമായി ദൈവം ഇടപെടുന്നു. യോന തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ട് പുറത്തു വരുവാൻ കഴിയാത്തതുപോലെ ഇതൊക്കെയോ പല പ്രശ്നങ്ങളുടെ നടുവിൽ അകപ്പെട്ടിട്ട് പുറത്തു വരുവാൻ കഴിയാതെ നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുകയാണ്. നിന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. യഹോവ യോനയുടെ പ്രാർത്ഥന കേട്ടു. ദൈവം തിമിംഗലത്തോട് കൽപ്പിച്ചു, അവനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇതേപോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നീ ആ പ്രശ്നത്തിനകത്ത് കിടക്കത്തില്ല, ആ പ്രതിസന്ധിക്കകത്ത് നീ കിടക്കത്തില്ല. നീ ദൈവത്തിന് എടുത്ത തീരുമാനം ദൈവം കണ്ടിരിക്കുന്നു. വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിലും കർത്താവ് നിങ്ങളെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ സ്പഷ്ടമായിട്ടാണ് കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ഇപ്രകാരം പ്രശ്നങ്ങൾക്കകത്ത്, കടഭാരത്തിനകത്ത്, മാനസിക പ്രശ്നങ്ങൾക്കകത്ത് വിനയൻ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തു നിന്ന് ദൈവം പുറത്തെടുക്കാൻ പോകുകയാണ്. സാലിസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയുടെ ദൈവാത്മാ പറയുന്നു, ഇന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തിനിരിക്കുന്ന ചില വിഷയത്തിന്മേൽ ഈ വചനത്തിന്റെ ക്രിയ വെളിപ്പെടാൻ പോകുന്നു. പുറത്ത് വരത്തില്ലെന്ന് ശത്രു വാദിച്ച് വിധിയെഴുതിയ ചില വിധി എഴുത്തുകളെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റാൻ പോകുകയാണെന്ന് ആത്മാ വ്യക്തമായി സംസാരിക്കുന്നു. അതനാജകനം ദുരജത്താനം ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ തേടി വരിക. 80 വയസ്സായ മോശയുടെ അടുക്കിലേക്ക് കർത്താവ് ഇറങ്ങി വന്നെങ്കിൽ, സ്വത്രം 80ാമത്തെ വയസ്സിലല്ല മോശയെ ദൈവം കാണുന്നത്. അവൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവനെ കണ്ടതാണ്. അബ്രഹാമിനോട് സ്വത്രം ദൈവം ദൂത് പറയുമ്പോൾ മോശയെ കൂടെ കണ്ടുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് ദൂത് പറയുന്നത്. നമ്മുടെ പിതാക്കന്മാർ ജനിക്കുന്നതിന് മുമ്പേ ലോക
മാമരത്തിന് മുമ്പേ നമ്മെ കണ്ട ഒരു ദൈവമുണ്ട്. അവനാ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് നിന്റെ ടേണിംഗ് പോയിന്റ് ആയി മാറട്ടെ. ജീവിതത്തെ മാറ്റിമറിക്കുന്ന പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ഇവിടെ ദൂത്? ദൈവം നിന്നോട് കൂടെയുണ്ട്, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽ ഇത് മതി നിനക്ക് ബലപ്പെടുവാൻ. ആര് കൂടെ ഇല്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. Thank you, Holy Spirit. Thank you, Father. Ribana, Shamduna, Ravadi, Rakaja, ഉടാമന റിബൽക്കനാരക ശംദുനാരക ചസ്യാനക. ഇന്ന് പകൽ കർത്താവിന്റെ ദാസിയോട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് ഒരു വചനം ദൂതമായിട്ട് തരികയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായത്തിന്റെ 20 സ്തോത്രം 1-ാമത്തെ വാക്യം ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് കൈമാറുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികൾ 11:21 ഇപ്രകാരം പറയാണ്, കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് പറയുന്നു, വലിയൊരു കൂട്ടത്തെ കർത്താവ് പുറത്തെടുക്കാൻ പോകുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കൈ കൂടെ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ആ കരം ചലിക്കുമ്പോൾ ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് പുറത്ത് വരേണ്ടതിനെ ദൈവം പുറത്തു കൊണ്ടുവരിക. ഫറവോൻ എത്രയൊക്കെ വെല്ലുവിളി ഉയർത്തിയാലും എന്തൊക്കെ പദ്ധതികൾ മെനഞ്ഞാലും നിന്നിൽ കൂടെ പുറത്തു വരേണ്ടതിനെ ദൈവം നിന്നിൽ കൂടെ തന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നിന്നെ അയക്കേണ്ടടുത്ത് അവന് അയക്കാം. നിർത്തേണ്ട സ്ഥാനത്ത് ദൈവം നിർത്താം. നിന്നെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത് അവൻ സംസാരിപ്പിക്കും. നിന്നെ കൊണ്ട് ചെയ്തെടുക്കേണ്ട സകല ശുശ്രൂഷകളും ചെയ്തെടുപ്പിച്ച് ഒരു കൂട്ടത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ഉപയോഗിക്കുമെന്ന് ഈ വചനത്തിൽ കൂടെ കർത്താവിന്റെ ദാസന്മാരോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഇപ്പോൾ ആ കരം ഒന്ന് ചലിക്കട്ടെ. ആ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആ കരത്തിന്റെ മഹത്വം ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയൊരു കൂട്ടത്തെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ദൈവം അവരെ ഇടയാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരത്താൽ ഇനിയും ചില കൂട്ടങ്ങളെ പുറത്തെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കാൻ പോകുകയാണെന്ന് ആത്മാവ് ഇടപെടും. ഷീബ, നകാസി, ഖാനദാനി, അദാനവാദം, വൈശകഠം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. കർത്താവ് ഗിദെയോനോട് പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഒരു തിരിച്ചു ചോദ്യമാണ് ഗിദെയോന്റെ ജീവിതത്തിൽ വരുന്നത്. ഇന്നും പലരും ദൈവത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ ദൈവത്തോട് തിരിച്ചു ചോദിക്കാറുണ്ട്. സ്തോത്രം ചെയ്യുന്നു. എന്താ കാര്യം? ദൈവം കൂടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? ദൈവം കൂടെ ഉണ്ടായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാ ചോദ്യം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നായിരുന്നു അവന്റെ ധാരണ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പലരും പറയാറുണ്ട്, ലോകപ്രകാരമുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഈ വലിയ പ്രതിസന്ധികൾ, വെള്ളപ്പൊക്കങ്ങൾ, മാറാവ്യാധികൾ, അനേകർ മരിച്ചു പോകുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചു പോകുന്നു. ഇത് ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ലെന്ന് പലരും ചിന്തിക്കുമ്പോൾ അതിന്റെ ഉത്തരം ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഗിദെയോനോട് ഗിദെയോൻ ചോദിച്ച അതേ ചോദ്യമാണ് അവരും ചോദിക്കുന്നത്. യഹോവ നമ്മോട് കൂടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെയും സംഭവിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അപ്പോ ദൈവം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല എന്നായിരിക്കും ചിന്ത. എന്നാൽ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് അതിന്റെ മറുപടി കിടക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6:1 പറയുന്നു, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ കൂടെ ഉള്ളത് കൊണ്ടാണ് അവരോട് അവർ ചെയ്ത പ്രവൃത്തിയെ കണ്ടിട്ട് അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലെന്നല്ല, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ ഭാഗം വിട്ട് മുന്നോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വന്ന് ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവം കൂടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഗിദെയോനും മനസ്സിലായില്ല. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്നാണ് ഇപ്പോ കേട്ട ദൂത്. അപ്പം ദൈവം കൂടെയുള്ളതിന്റെ അവസ്ഥ നോക്കിക്കേ. ശത്രുക്കൾ കടന്നു വന്ന് ആക്രമിക്കുന്നു. അവന് വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല.
കുടുംബത്തിനകത്ത് തകർച്ചകൾ, ബിസിനസ്സിൽ തകർച്ചകൾ, ജീവിതത്തിൽ ചെയ്യുന്ന സകല കാര്യത്തിലും തകർച്ച മാത്രമേ ഇവന് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷെ ഇവൻ കേട്ട ദൂതെന്താ? ഇവൻ കേൾക്കുന്ന ദൂതെന്താ? ദൈവം കൂടെ ഉണ്ടെന്നാണ്, യഹോവ കൂടെ ഉണ്ടെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. സ്വാഭാവികമായും ഗിദെയോൻ ചോദിച്ചത് തെറ്റായ ഒരു കാര്യമല്ല. പക്ഷേ ദൈവം കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എന്താ? പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ച പ്രവർത്തികൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഗിദെയോന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ചിലതൊക്കെ ചെയ്യാൻ കഴിയും. സ്തോത്രം. പിതാക്കന്മാരുടെ കാലത്ത് ചെയ്ത പ്രവർത്തികൾ ഈ കാലത്തിലും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, അപ്പോസ്തല പ്രവർത്തികളിൽ സഭയിൽ ദൈവാത്മാവ് ചെയ്ത കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലും ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഇന്ന് പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ കർത്താവ് ചിലരെ പുറത്തെടുക്കാൻ പോകുകയാണ്. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറയുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ യഹോവ അവനെ നോക്കി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ പറയുന്നവരെ ദൈവം നോക്കുന്നത് കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രവർത്തിക്കും, ദൈവപ്രവർത്തി കാണുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം നോക്കുക കേട്ടോ. ഇന്ന് പല വിഷയങ്ങളിൽ അകപ്പെട്ട് വിടുതൽ കാണുവാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ നിന്നെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ നിന്ന് ഒരു മറുപടി നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിശ്ചയമായ ഒരു മറുപടി അവന്റെ ഭാഗത്തുനിന്ന് കടന്നു വരും. ഇന്ന് പോലെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിച്ചു തുടങ്ങട്ടെ. ദൈവം പറയുകയാണ്, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോട് നീ പോകാ എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്വതം. നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഗിദെയോന്റെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുകയാണ്. കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. അവന്റെ ചോദ്യത്തിന് ഇവിടെ മറുപടി വരികയാണ്. ഇന്നും ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുന്ന ചില വിഷയങ്ങളുമേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാനുണ്ട്. റബന ശകന റിയാധുനിയ അർത്ഥന ചോദ്യങ്ങളുമായി ഇന്ന് രാവിലെ പോലും ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിച്ച ചില ചോദ്യങ്ങളുമായി ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥനയിൽ കർത്താവിനോട് ഇപ്രകാരം ചോദിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് നിനക്കുള്ള മറുപടിയാണ് ദൈവം തരുന്നത്. യഹോവ നിന്നോട് കൂടെ ഉണ്ട്, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. കർത്താവ് നിന്നെ ബലപ്പെടുത്തി അയക്കാൻ പോകുകയാണ്, ബലപ്പെടുത്തി നിന്നെ പുറപ്പെടുവിക്കാൻ പോകുകയാണ്. ഇവിടം കൊണ്ട് നീ തളർന്നു പോകരുത്. നിന്റെ വിടുതലിന്റെ സമയമായിരിക്കുന്നു. ദൈവം പ്രവർത്തിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. അയ്യോ കർത്താവ്, എത്ര നാളെ ഞാൻ കാത്തിരിക്കുന്നു, ഇതുവരെ എന്റെ വിഷയത്തിന് മറുപടി വന്നില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവാത്മാവ് പറയുന്നു അവന്റെ സമയം വന്നിരിക്കുന്നു. 7 സംവത്സരത്തേക്കാണ് ഗിദെയോനെയും അവന്റെ ദേശത്തെയും മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇപ്പോൾ ഇത് പൂർത്തിയായിരിക്കുന്നു. 8ാമത്തെ സംവത്സരത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വിടുതലുമായി പ്രവേശിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിച്ചു. അതേപോലെ ഇന്ന് പകൽ ഒരു പുതിയ വർഷത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുന്നത് ചില വിടുതലുമായിട്ടായിരിക്കാം. ഇതുവരെ നീ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ചില വിടുതലുകളുമായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണെന്ന് ആത്മാവ് ദൂത് പറയുന്നു. എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറാണ്? അപ്രകാരം ദൈവത്തിന്റെ ദൂത് ലഭിച്ച, ദൈവത്തിന്റെ ആലോചന ലഭിച്ച ഗിദെയോൻ എന്ത് ചെയ്തു? അവൻ സ്തോത്രം ചെയ്യുന്നു, സത്യദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അവൻ തയ്യാറായി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അവൻ ഒരു യാഗപീഠമൊക്കെ പണിത് അതിനൊരു പേരുമൊക്കെ ഇട്ട് യഹോവ ശാലോം എന്നൊക്കെ പേരിട്ട് സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ആദ്യം ചോദ്യമായിരുന്നു, നിലവിളിയായിരുന്നു, പിന്നീട് അത് ചോദ്യമായിട്ട് വന്നു. പിന്നീട് ദൈവം ഇടപെട്ടു, കർത്താവുമായിട്ട് ബന്ധമുണ്ടായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ട് സ്തോത്രം അവന്റെ ജീവിതത്തിൽ പൂർണ്ണമായ ഒരു വിടുതലിലേക്ക് എത്തുവാൻ അവന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
സ്തോത്രം. എന്നാൽ ഒരു ദിവസം ദൈവം അവനോട് വീണ്ടും സംസാരിക്കാൻ തയ്യാറായി. അതാണ് നമ്മൾ വായിച്ചു കേട്ട വാക്യം എന്ന് പറയുന്നത്. അന്ന് രാത്രി യഹോവയെ അവനോട് കൽപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവത്തിലെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ വെളിപ്പെട്ട് വരേണ്ടതിന് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ അസാധാരണമായ ചില ഡെലിവറൻസിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ എന്താണ് കർത്താവിനോട് കൽപ്പിക്കുവാനുള്ള കാരണം? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അവൻ കർത്താവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഭവനത്തിനകത്ത് അവന്റെ അപ്പനും സഹോദരങ്ങളും അവന്റെ പ്രിയപ്പെട്ടവരും ഒക്കെയും അവന്റെ ദൈവത്തെ ആരാധിക്കുന്നത് ബാലിന് ബലിപീഠം ഉണ്ടാക്കി അശേര പ്രതിഷ്ഠയെ വെച്ചുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ അവന് ലഭിക്കപ്പെട്ടിട്ടില്ല. വ്യക്തിപരമായി കർത്താവിനെ കണ്ടെത്തിയെങ്കിലും കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ അവന് കഴിയുന്നില്ല. അപ്രകാരമായിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഇന്ന് പകൽ ദൈവം ഇടപെടാൻ പോകുകയാണ്. നീ കർത്താവിനെ അറിഞ്ഞു, പക്ഷേ നിന്റെ കുടുംബത്തിലുള്ളവർ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ അയൽപക്കങ്ങളിലുള്ളവർ, നിന്റെ ചുറ്റുപാടുമുള്ളവർ കർത്താവിനെ അറിയാതെ അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് പകൽ അങ്ങനെയുള്ളവർക്കുള്ള ദൂതാണ് ഈ കർത്താവ് സംസാരിക്കുന്നത്. വീണ്ടും ഒരു ഇടപെടൽ കർത്താവിൽ ഉണ്ടാകേണ്ടതിനായി എന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നവനാണ് രക്ഷിക്കപ്പെട്ട്, നമ്മുടെ ഭാഷയിൽ പറയുകയാണ്, ദൈവത്തെ അറിയുന്നവനാണ്, സ്നാനപ്പെട്ടവനാണ്, അഭിഷേകം പ്രാപിച്ചവനാണ്, ആത്മാവിലെ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. പക്ഷേ കുടുംബത്തെ വിടുതലില്ല. കുടുംബത്തിനകത്ത് സമാധാനമില്ല, കുടുംബത്തിലെ ശൂന്യത മാറിയിട്ടില്ല, ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം. ഒരു ആത്മീയ ഒരു ദൈവിക വിടുതലിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് ഇവിടെ ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ കൂടെ കയറി പോകുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വ്യക്തിപരമായും ശുശ്രൂഷാപരമായും ഇന്ന് പകൽ ഒരു വിടുതലിലേക്ക് നമ്മൾ കടന്നു വന്നേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വചനത്തിൽ കൂടെ ഞാൻ പുതിയ നിയമത്തിൽ മറ്റൊരു ഭാഗം ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചതെങ്കിലും ദൈവാത്മാവ് ഈ വചനം പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വചനത്തിലേക്ക് കയറി വന്നത്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഗിദെയോൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തിപരമായി അവന് സമാധാനമുണ്ട്, വ്യക്തിപരമായി അവൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ കുടുംബമായിട്ട് വിടുതലില്ല. ഇന്ന് പകൽ കുടുംബമായി വിടുതലിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ദൈവത്തെ സേവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ പകൽ ദൈവാത്മാവ് പറയുന്നു, അവൻ നിന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ അത് നീ ചെയ്യുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കൽപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി വെളിപ്പെടാൻ പോകുന്നത്. കർത്താവ് എന്ത് കൽപ്പിക്കുന്നുവോ അത് സംഭവിക്കണം. എന്താണ് കർത്താവിനോട് പറയുന്നത്? നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് അവനോട് എന്താണ് ആവശ്യപ്പെട്ടത്? അപ്പൻ പണിത് വെച്ചിരിക്കുന്ന ബലിപീഠത്തെ ഇടിച്ചു കളയുവാൻ. സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇടിക്കേണ്ട ചിലത് നിനക്കുണ്ട്, വെട്ടിക്കളയേണ്ട ചിലതുണ്ട്. ഇടിക്കേണ്ടതിനെ ഇടിക്കുവാൻ തയ്യാറായാൽ, വെട്ടേണ്ടതിനെ വെട്ടുവാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് വരെ ഒരു വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ നമുക്ക് പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, നമുക്ക് ആത്മീയ ആയുധമാണുള്ളത്. പഴയ നിയമത്തിൽ ഭൗതിക നിലയിലാണ് യുദ്ധം ചെയ്തതെങ്കിൽ പുതിയ നിയമത്തിൽ ആത്മാവിലാണ് യുദ്ധം ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം ഈ വചനത്തോട് ചേർന്ന് എന്നോട് ചേർന്ന് ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ എത്ര പേർ തയ്യാറാണ്? കർത്താവ് പറയുന്നു, ചിലതിനെ ഇടിക്കാൻ തക്കവണ്ണം ദൈവാത്മാവ് നിന്നെ ശക്തീകരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുടുംബത്തിൽ ശൂന്യതയെ വരുത്തുന്ന, നിന്റെ ജീവിതത്തിൽ കഷ്ടതയെ കൊണ്ടുവരുന്ന, നിന്റെ ജീവിതത്തിൽ നിന്റെ മുന്നേറ്റത്തെ തടയുന്ന, നിന്റെ ആത്മീയ വളർച്ചയെ തടയുന്ന, നിന്റെ ശുശ്രൂഷയുടെ വിശാലതയെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് പകൽ വെട്ടിക്കളയുവാൻ തക്കവാണ്, ഇടിച്ച് തകർക്കുവാൻ തക്കവാണ് ഒരു അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ, ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആത്മാവ് ശക്തിയോട് ഇടപെടുന്നു. ഗിദെയോനോട് കൽപ്പിച്ചപ്പോൾ തന്നെ അവന്റെ മേലെ ശക്തി വ്യാപരിച്ചതുപോലെ ഇന്ന് പകൽ ഇതുവരെയും നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ നിന്നോട് മറഞ്ഞിരുന്ന് പോരടിക്കുന്ന ചില പോരുകളെ ഇടിച്ചു കളയുവാൻ
യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആത്മാവ് പറയുന്നു ചിലതിനെ ഇടിക്കുവാനുള്ള അധികാരത്തെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ശരീരത്തിലായിക്കൊള്ളട്ടെ, നിന്റെ കുടുംബത്തിലായിക്കോട്ടെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലാണ് നിനക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കിയിരിക്കുന്നത്, ഇന്ന് വരെ അത് പൊളിഞ്ഞു മാറണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിലതിനെ പൊളിക്കുവാനുള്ള അധികാരം കർത്താവിന്റെ ആത്മാവ് വീണ്ടും പറയുകയാണ്. ചിലതിനെ പൊളിക്കുവാനുള്ള അധികാരം ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ശരിയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്, ഉപവസിക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷേ വിടുതൽ മാത്രം നടക്കുന്നില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ഇതുപോലെ കർത്താവ് പറയുകയാണ് യിരെമ്യാ പ്രവാചകനോട്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനെ വിളിച്ച് വേർതിരിച്ചിട്ട് അവനോട് പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 9, 10, 11 വാക്യങ്ങളിൽ 10 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. പിന്നെ യഹോവ കൈനീട്ടി, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ വായെ തൊട്ടു. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ കരം നിന്നെ തൊടുന്ന പകലാണ്. ഈ വചനം എന്ത് പറയുന്നു അത് അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എല്ലാം അങ്ങനെ വിശ്വസിച്ചാൽ അത് സംഭവിക്കും. കർത്താവ് കൈനീട്ടി എന്ത് ചെയ്തു? അവന്റെ വായെ തൊട്ടു. ഇന്ന് നിന്നെ തൊടുന്ന പകലാണ്. യിരെമ്യാവിന്റെ വായെ ദൈവം തൊട്ടു. എന്തിനാണ് അവനെ തൊട്ടത്? എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നിന്റെ വായിൽ വചനം തരാൻ പോവുകയാണ്. ശത്രുവിനെ ജയിക്കുവാനുള്ള വചനം. പിശാച് പോരാടാൻ കടന്നു വന്നപ്പോൾ യേശു വചനത്തിൽ കൂടെ പിശാചിനോട് എതിർത്ത് നിന്ന് ജയിച്ചതുപോലെ പിശാചിനെ ജയിക്കുവാനുള്ള, പ്രതിസന്ധികളെ ജയിക്കുവാനുള്ള ദൈവ വചനത്തെ നിന്റെ വായിൽ തന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ ജയിക്കുവാൻ തക്കവാണ്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരം നിന്നെ സ്പർശിക്കുകയാണ്. നിന്റെ വാ ഏൽപ്പിച്ചു കൊടുക്ക. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ആത്മാവ് സ്തോത്രം ചെയ്യുക. അന്യഭാഷകളിൽ നിന്ന് സ്തോത്രം ചെയ്യുക. നിന്റെ നാവിനെ ദൈവം തൊടട്ടെ, നിന്റെ വായെ ദൈവം തൊടട്ടെ. അർപ്പാലകന, വാ അടച്ചിരിക്കരുത്. വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുക. കർത്താവിന്റെ കരം ഇപ്പോൾ നിന്റെ വായിലേക്ക്, നിന്റെ നാവിലേക്ക് ഇറങ്ങി വരട്ടെ. യിരെമ്യാവിനെ തൊട്ടതുപോലെ, അവന്റെ വായെ തൊട്ടതുപോലെ എന്റെയും നിന്റെ വായെ കർത്താവിന്റെ കൈ ഒന്ന് തൊടട്ടെ. ഒരു തീ കത്തുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. എന്റെ ധ്യാനത്തിൽ തീ കത്തി എന്ന് വായിക്കുന്ന പോലെ വർഷം ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തില് വെളിപ്പെട്ട് വരേണ്ട ചില വിടുതലുകളിലേക്ക് ദൈവാത്മാവ് നിങ്ങൾ നടത്തുക മാത്രമല്ല, അത് നിങ്ങളുടെ ശുശ്രൂഷയിൽ ശക്തിയോടെ ഉപയോഗിക്കത്തക്ക നിലയിൽ അനേക ദേശങ്ങളിലേക്കും അനേക രാജ്യങ്ങളിലേക്കും ശുശ്രൂഷ വെളിപ്പെടത്തക്ക നിലയിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് ഈ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആ കർത്താവ് നിങ്ങളുടെ നാവിനെ തൊടുന്നു. നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ ഇറങ്ങി മാറുന്ന, സ്തോത്രം ചെയ്യുന്നു. ആരാധിക്കുമ്പോൾ തന്നെ ജനം ആത്മാവിൽ നിറയുന്ന ഒരു വലിയ ആത്മീയ ശുശ്രൂഷ ശക്തമായി ചെയ്തെടുക്കുവാൻ വിളിയുണ്ട്. അതിന്റെ ആഴത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഇറക്കിക്കൊണ്ടുവരാൻ പോകുന്നുവെന്ന് ആത്മാവ് ദൂത് പറയുന്നു. റിബന ഹത്തുന അർഗസ്യ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും നാവിനെ ദൈവം തൊടട്ടെ, വായെ ദൈവം തൊടട്ടെ. ശത്രുവിനെ ജയിക്കാനുള്ള വചനം നിനക്ക് ദൈവം തരികയാണ്. ശത്രുവിനെ ജയിക്കാനുള്ള വാക്ക് നിന്റെ ഉള്ളിൽ ദൈവം തരികയാണ്. വായെടുത്ത് നീ സംസാരിക്കുമ്പോൾ അത് വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ദാവീദ് കല്ലെടുത്തെറിഞ്ഞപ്പോൾ ശത്രു വീണതുപോലെ നീ വാഗൊണ്ട് എറിയുമ്പോൾ, നീ വാഗൊണ്ട് പറയുമ്പോൾ ശത്രു വീഴത്തക്ക നിലയിൽ ദൈവവചനത്തിന്റെ ശക്തി നിന്റെ അധരത്തിൽ പകർന്നു തന്ന്, ഓ ഹല്ലേലൂയ, നീ വചനം സംസാരിക്കുമ്പോൾ, നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ, നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നിന്നിൽ കൂടെ വെളിപ്പെട്ട് വന്ന് നീ അനേകർക്ക് ഒരു അനുഗ്രഹമാകത്തക്ക നിലയിൽ ദൈവത്തിന്റെ കൃപ ഇപ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഞാൻ പറയട്ടെ, വചനം പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ. മറിയ, ആത്മാവ് നിറഞ്ഞ മറിയ വന്ദനം ചെയ്തപ്പോൾ വെറുതെ ഒരു പ്രൈസിലോട് സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എലിസബത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നുവെങ്കിൽ നാം വെറുതെ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ വാക്കുകളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തക്ക നിലയിൽ ഒരു വലിയ നിറവ് ഈ പകൽ ഈ കൂട്ടായ്മയിൽ ദൈവാത്മാവ് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ നഗര ജീവന ധ്യാനക വെട്ടേണ്ടതിന് വെട്ടുവാനുള്ള
ഇടിക്കേണ്ടത് ഇടിക്കുവാനുള്ള, തകർക്കേണ്ടതിനെ തകർക്കുവാനുള്ള അധികാരം നിന്റെ നാവിൽ കൂടെയാണ് വെളിപ്പെടുന്നത്. ഹാലലൂയ. നീ പറയുമ്പോഴാണ് സംഭവിക്കുന്നത്. ഹാലലൂയ. നിന്റെ വായിൽ കൂടെയാണ് സംഭവിക്കുന്നത്. ഹാലലൂയ. യിരെമ്യാവിനോട് ദൈവം പറയുന്നു, ഹാലലൂയ, എന്റെ വചനങ്ങളെ ഞാൻ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, ഹാലലൂയ, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഹാലലൂയ ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവയോട് കൽപ്പിച്ചു. ഇന്ന് ഇത് നിന്നോടും എന്നോടുമുള്ള കൽപ്പനയാണ്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. എന്താ നിന്റെ ശുശ്രൂഷ? പൊളിക്കേണ്ടതിനെ പൊളിക്കണം, നിർമൂലമാക്കേണ്ടതിനെ നിർമൂലമാക്കണം, ഇടിച്ചു കളയേണ്ടതിനെ ഇടിച്ചു കളയണം, വെട്ടിക്കളയേണ്ടതിനെ വെട്ടിക്കളയണം, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം പണിയേണ്ടതിനെ പണിയണം, നടേണ്ടതിനെ നടണം. ഇതാണ് ശുശ്രൂഷ. ഈ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ്? നാവിൽ കൂടെ വെളിപ്പെടും. അല്ലെങ്കിൽ നാം പറയുന്ന വാക്കുകളിൽ കൂടെ, നമ്മിൽ കൂടെ വെളിപ്പെടുന്ന, നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സാധാരണ നിലയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിട നടക്കുക. പ്രസംഗം ഇല്ലെങ്കിൽ പോലും, പ്രാർത്ഥന അല്ലെങ്കിൽ പോലും, സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു വ്യക്തിയോട് ചന്തയിൽ വെച്ചായിക്കൊള്ളട്ടെ, സ്തോത്രം ചെയ്ത് ബസ്സിൽ വെച്ചായിക്കൊള്ളട്ടെ, എവിടെ വെച്ചാണെങ്കിലും നീ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിന്റെ സംസാരത്തിൽ കൂടെ ദൈവാത്മാവിന്റെ ചലനം ഉണ്ടാകും. ഇന്ന് പകൽ അപ്രകാരം ഒരു കൃപ എത്ര പേർ ആഗ്രഹിക്കുന്നു, അപ്രകാരം ഒരു ദൈവപ്രവൃത്തി എത്ര പേർ ആഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അന്യഭാഷ പറയുമ്പോൾ മാത്രമല്ല ആത്മാവ് ചലിക്കുന്നത്. നീ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് നീ എവിടെ കടന്നു പോകുന്നു, നീ കാൽ ചവിട്ടുന്നിടത്ത്, നീ കണ്ണുകൊണ്ട് നോക്കുന്നിടത്ത്, നീ വിരൽ ചൂണ്ടുന്നിടത്ത് ആത്മാവ് ചലിക്കുവാനിടയായി തീരും. അപ്രകാരം ഒരു നിറവ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ദൈവജനത്തിന്മേൽ കൈമാറുകയാണ്. കൈമാറട്ടെ. ഒന്ന് കരമഴിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ അമ്മ പറഞ്ഞു, യിരെമ്യാവിനെ അഭിഷേകം ചെയ്ത പോലെ ദൈവത്തിന്റെ അഭിഷേകം ചെയ്യുകയാണ്. ഇന്ന് പോലെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലട്ടെ, വ്യക്തികളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലട്ടെ. ഷിബുവിനോട് പറയുന്നു, കർത്താവദാസനെ ഈ ദിവസങ്ങളിൽ നിന്റെ അതരത്തിൽ കൂടെ അസാധാരണമായ നിലയിൽ ചില ദൂതുകൾ വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഷാജിപ്പാസോട് വീണ്ടും ഇടപെടുകയാണ്. ധൈര്യത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം, അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഒരു അധികാരത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ നിറച്ചുകൊണ്ട് ആത്മാവിൽ ദൈവാത്മാവിനോട് ഇടപെടുന്നത് സ്തോത്രം ചെയ്യുന്നു. ശമൂവേൽ പ്രവാചകനെ ദാവീദിന്റെ വീട്ടിലേക്ക് അയച്ച ഭാഗമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ദൈവാത്മാവിനോട് പറയുന്നു, നീ കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഈ ദിവസങ്ങൾ ദൈവാത്മാ പറയുന്നു, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടട്ടെ. ഹല്ലേലൂയ. ചില കുടുംബങ്ങളെ പൂർണ്ണമായി വേർതിരിക്കുവാൻ, ചില ദാവീദുമാരെ വേർതിരിക്കുവാൻ, ചില ശുശ്രൂഷകന്മാരെ വേർതിരിക്കുവാൻ കർത്താവ് പുറപ്പെടുവിക്കാൻ പോകുകയാണെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. വിരോധിയായിട്ട് ശൗൽ അവിടെ ഉണ്ട്. പക്ഷേ ശൗലിനെ കാണാതെ, ശൗലിനെ കാണാൻ കഴിയാത്ത വിധത്തിൽ ദൈവാത്മാവ് നിയോഗം തന്ന്, ആലോചന തന്ന്, എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ച് അഭിഷേകം ചെയ്യേണ്ടതിന് അഭിഷേകം ചെയ്ത് സന്തോഷത്തോടെ ഭവനത്തിൽ കടന്നു വന്ന് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്ത അനുഭവങ്ങളെ ദൈവാത്മാവ് ദർശിക്കുന്നു. ഹല്ലേലൂയ. റിബന റിഗജി അർത്ഥനി ജാനശന്തിനി ഹത്വനാദികൾ ശസ്യാനുക. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ഹാലലൂയ. സ്തോത്രം. ശത്രു എത്ര പ്രബലനാണെങ്കിലും, ശത്രു എത്ര വെല്ലുവിളി ഉയർത്തിയാലും അതിന്റെ ഇടയിൽ കൂടെ കടന്നു എന്ന് നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പോലെ ആത്മാവ് ഇടപെടുന്നു. നീ വീട്ടിൽ ദുഃഖിച്ചിരിക്കാൻ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ചിലതിനെ തള്ളി എന്നോർത്ത്, ചിലതൊക്കെ ദൈവഹിതമില്ലാത്തത് ചെയ്തെന്നോർത്ത്, ചിലതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നോർത്ത് നീ ദുഃഖിച്ച് കരഞ്ഞിരിക്കേണ്ട. നിന്നെ മേലൊരു വിളിയുണ്ട്, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്, നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. ശമൂവേലേ, നീ എഴുന്നേൽക്കുക, നീ കൊമ്പിൽ തൈലം നിറയ്ക്കുക, നീ പുറപ്പെടുക. ഇത് പലരോടുള്ള ദൂതാണ്. സ്തോത്രം. സ്തോത്രം. വീട്ടിലിരിക്കാനല്ല വിളിച്ചത്. കർത്താവിന്റെ വികാരി പോയെങ്കിൽ വെറുതെ പോയതല്ല. ദൈവം അയച്ചിട്ട് പോയതാണ്. ചില ശുശ്രൂഷ അവിടെ ചെയ്യാനുണ്ട്. ശക്തമായ ചിലതിനെ പൊളിച്ചുകൊണ്ട് ചിലത് പണിതെടുത്ത് പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവാത്മ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മ വീണ്ടും ഇടപെടുന്നു. നിർമൂലം യിരെമ്യാവിൽ കൂടെ ചെയ്ത ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവാത്മ അവിടെ അയച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവാത്മ പറയുന്നു, ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ചിലരെ വേർതിരിച്ച് അഭിഷേകം ചെയ്യുവാൻ, ചിലരെ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ, ചിലതിനെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിച്ച് നിർത്തുവാൻ ഈ ദിവസം
ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു. ഹാലലൂയ. ശമൂവേൽ പ്രവാചകനെ ഹാലലൂയ അയച്ചത് രാജാവിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയായിരുന്നു. ദൈവം കണ്ടിട്ടുള്ള ചിലതിനെ ഹാലലൂയ സ്വതന്ത്ര രാജകീയമായി ശുശ്രൂഷ ചെയ്യുവാൻ ചിലതിനെ വേർതിരിക്കുന്ന അനുഭവങ്ങൾ മുന്നിൽ വെളിപ്പെടാൻ പോകുന്നുവെന്ന് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ നീ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുവോ? ദർശനം വലുതാണ്. സ്തോത്രം ചെയ്യുന്നു. ഗിദെയോനോട് ദൈവം പറഞ്ഞ ദർശനം എന്താണ്? അവന്റെ മേൽ കിടക്കുന്ന വിളി എന്താണ്? മിദ്യാനി ശക്തിയെ ഒറ്റ മനുഷ്യനെ പോലെ എന്ത് ചെയ്യണം? തകർത്ത് ഇസ്രായേൽ ജനത്തിനൊരു വിടുതൽ കൊടുക്കണമെന്നാണ് അവന്റെ വിളി. പക്ഷേ വീട്ടിനകത്ത് ഒരു വിടുതൽ നടക്കാതെ അതിലേക്ക് പ്രവേശിക്കാൻ അവന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ദേശത്തെ വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ കർത്താവ് പറയുന്ന ആദ്യം നിന്റെ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ നടക്കണം. അവിടെ രണ്ട് ആരാധന പാടില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മ പറയുന്നു, രണ്ട് ആരാധന നടക്കുന്ന ഭവനങ്ങളെ ഒറ്റ ആരാധനയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നീ ചിലതിനെ പുറത്താക്കിയാൽ അത് നിന്നെ പ്രവേശിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയും, നീ കൽപ്പിക്കുക, നീ പുറത്ത് വിട്, അവനെ ചവിട്ടി പുറത്താക്ക. ആത്മാവിലാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പുറത്താക്ക. ദൈവം ഹാലലിയ നിന്നോട് കൂടെ ഉണ്ടാകുക. ഗിദെയോൻ എന്ത് ചെയ്തു? പകല് ചെയ്യാൻ പേടിയായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരാക്രമശാലിയൊക്കെയാണ്, പക്ഷെ പകല് ചെയ്യാൻ പേടിയായിരുന്നു. പക്ഷെ രാത്രി ചെയ്തു. ഹാലലിയ. പകല് ചെയ്തോ രാത്രി ചെയ്തോ എന്നുള്ളതൊന്നും വിഷയമല്ല കേട്ടോ. സ്തോത്രം. നീ ചെയ്തോ ഇല്ലോ എന്നുള്ളതാ വിഷയം. സ്തോത്രം. ഹാലലിയ. എപ്പോഴാണോ നിനക്ക് ആത്മാവിൽ പോരാടി യുദ്ധം ചെയ്യുവാൻ നിനക്ക് കഴിയുന്നത്, ആ സമയത്ത് നീ അത് ചെയ്യാൻ തയ്യാറാകണം. അത് പകലായിക്കൊള്ളട്ടെ, രാത്രി ആയിക്കൊള്ളട്ടെ, അത് ഏത് സമയമായിക്കൊള്ളട്ടെ, സമയം ഇവിടെ വിഷയമല്ല. നീ ആത്മാവിൽ ഇടിക്കുവാൻ തയ്യാറായാൽ ഇപ്പോൾ അതിന്മേൽ വിടുതൽ നടക്കും. നമ്മൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം അത് ചെയ്യുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. ആശാ സിസ്റ്ററോട് ദൈവത്തിന്റെ ആശാ തോമസ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ജീവിതത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണെന്ന് ആത്മാവ് ദൂത് പറയുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ കണ്ണുകൊണ്ട് ചിലത് കാണുമെന്ന്, അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണെന്ന് ആത്മാവ് സംസാരിക്കുന്നു. ഹൽപാരകശാനുക. അവന്റെ വചനത്തിന് വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല എന്ന് പറയത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് എന്നോട് കർത്താവ് ഇടപെടുന്നു. ഹൃദയത്തിനകത്ത് ഭാരം അനുഭവിക്കുന്ന ചിലരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്ന് ഭാരം പുറത്തു കളയുവാൻ കഴിയാതെ ഹൃദയത്തിൽ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്ന ചില ഓർമ്മകൾ, സ്തോത്രം, ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ വളരെ വേദന അനുഭവിക്കുന്ന, സ്തോത്രം, ചിന്തിക്കുമ്പോൾ തന്നെ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുന്ന അനുഭവത്തിൽ കടന്നു പോകുന്നവരുണ്ട്. ദൈവാത്മാ പറയുന്നു, ഇന്ന് പകൽ കർത്താവ് നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയം ദൈവസ്ഥനിലേക്ക് നീ ഒന്ന് പകർന്നു കൊടുക്ക. ഹൃദയത്തിൽ നിന്ന് ദൈവം ചിലത് പുറത്തു കൊണ്ടുവരട്ടെ. ശബന റഗന റിഗന ചില വ്യക്തികളോട് വ്യക്തമായി ഇത് ഇടപെടുന്നുണ്ട്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പക്ഷേ കർത്താവിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. സ്വതം ഹൃദയത്തിൽ കിടക്കുന്ന ചില കാര്യങ്ങളെ വിട്ടുകളയാൻ കഴിയുന്നില്ല, പുറത്തു കളയുവാൻ കഴിയുന്നില്ല. അത് വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് കടന്നു വന്നിട്ട് മാനസികമായി പോലും ഭാരപ്പെടുന്ന നിലയിൽ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ ഇന്ന് ദൈവം പൊട്ടിച്ചു കളയാൻ പോകുന്നു. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് പുതിയൊരു നിറവിലേക്ക് നിനക്ക് കയറുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ ദർശനത്തിലേക്ക് ഗിദെയോനെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന്റെ ഉള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ സംഭവിച്ചത്. അവന്റെ ഭവനത്തിനകത്ത് അവനുള്ള വെല്ലുവിളി അത് മാറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ, ഭവനത്തിനകത്തെ വെല്ലുവിളികൾ മാറണം, ജീവിതത്തിനകത്തെ വെല്ലുവിളികൾ മാറണം. അതിനെ ഇടിക്കുവാനുള്ള ശക്തി ദൈവാത്മാവ് ജീവിതത്തിൽ തന്നിട്ടുണ്ട്, ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. ഇതുവരെ തന്നിട്ടില്ല എന്ന് ചിന്തിക്കരുത്. ദൈവാത്മാ പറയുന്നു, ചില ശക്തി ദൈവം തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്. ആത്മാവിൽ ഒന്ന് കത്തി ജ്വലിക്കുവാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആമേൻ. യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ദൈവാത്മാ ഇടപെടുകയാണ്. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരിയും ദഹിപ്പിച്ചു കളയും.
സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ വെളിച്ചം എങ്ങനെ ഇരിക്കുന്നു? ഒരു തീയായിട്ടിരിക്കുകയാണ്. അവന്റെ പരിശുദ്ധൻ എങ്ങനെ ഇരിക്കുന്നു? ഒരു ജ്വാലയായിട്ടിരിക്കുകയാണ്. പക്ഷേ അത് കത്തിയെങ്കിൽ മാത്രമേ മുള്ളും പറക്കാരെയും കത്തി മാറത്തുള്ളൂ. ഇന്ന് നിന്റെ ജീവിതത്തിലെ മുള്ളുകളെയും പറക്കാരുകളെയും കത്തിച്ച് കളയുന്ന ഒരു തീ കത്തണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേര് ഇത് ഏറ്റെടുക്കുക? ആത്മാവിന്റെ തീ കത്തട്ടെ, യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ തീ കത്തട്ടെ, നിന്നിലേക്ക് അത് കത്തട്ടെ. ഹൽബ റബശാനുക. ഒറ്റ ദിവസം കൊണ്ട് ആ മുള്ളും പറക്കാരുകളും കത്തി മാറുമെന്ന് ഈ വചനത്തിൽ കൂടെ ദൈവാത്മാ നമ്മോട് സംസാരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഗിദെയോന്റെ ഭവനത്തിനകത്തെ മുള്ളും പറക്കാരെയും തകർന്നു പോയി. നാട്ടുകാർ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് അത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ബലിപീഠം അവിടെ ഇല്ല, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അശേര പ്രതിഷ്ഠ അവിടെ ഇല്ല. സ്വത്രം. അതിന്റെ സ്ഥാനത്ത് യഹോവയുടെ യാഗപീഠം ഉയർന്നു നിൽക്കുന്നത് കാണുവാനിടയായി. അങ്ങനെയെങ്കിൽ നിന്റെ ഭവനത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത ദൈവത്തിന്റെ യാഗപീഠ, ദൈവത്തിന്റെ കർത്താവിന്റെ പ്രാർത്ഥനയും ആരാധനയും നിന്റെ കൂടാരത്തിൽ ഉയർന്ന് കേൾക്കാൻ പോകുകയാണ്. ആ നിലവാരത്തിലേക്ക് ചില കുടുംബമായി ദൈവാത്മ വേർതിരിക്കാൻ പോകുന്നുവെന്ന് ഇന്നലെ വരെ അന്യാരാധന ശബ്ദം മുഴങ്ങിയ, പൂജയും ആരാധനയും ഒക്കെ മുഴങ്ങിയ ഭവനങ്ങൾക്കകത്ത് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് പകൽ ഒരു ദേശത്ത് തന്നെ വാഴുന്ന ചില ശക്തികളെ ഇടിക്കുവാൻ കർത്താവിൽ തയ്യാറായാൽ ചില മന്ത്രവാദ ശക്തികൾ ഇന്ന് പകൽ തകരുന്നു. ചില ആഭിചാര ശക്തികൾ തകരുന്നു. ചില നേർച്ചകാട്ട ശക്തികൾ തകരുന്നു. ചില വെല്ലുവിളികൾ തകരുന്നു. ആമേൻ. ശബന കരകടക ശബനപര ചില ഇരുട്ടിന്റെ ശക്തികൾ തകരുന്നു. ആമേൻ. ജവന റബല റിഗ ജിരാനുഗശസി ഉദപച്ചാരഗശസ്യ അർത്ഥനാർഗസ്യ. നിന്നെ ശൂന്യതയിലേക്ക് കൊണ്ടുപോയ, നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോയ, നിന്നെ കണ്ണുനീരിലേക്ക് കൊണ്ടുപോയ, നിന്നെ വേദനയിലേക്ക് കൊണ്ടുപോയ ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് പകൽ തകർന്നു മാറട്ടെ. തകർന്നു മാറട്ടെ. നീ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല, നീ മറഞ്ഞിരിക്കേണ്ടവനല്ല, നീ പരസ്യമായി പുറത്തു വരേണ്ടവനാണ്. നിന്റെ പേര് പ്രസിദ്ധമാകേണ്ടതാണ്, നിന്റെ കുടുംബം പുറത്തു വരേണ്ടതാണ്. ദേശക്കാർ മുഴുവൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന നിന്റെ കൂടാരത്തെ കാണണം. സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം കാണാൻ പോകുകയാണ്. ദൈവാത്മാ പറയുന്നു, കർത്താവിന്റെ ദാസൻ ജോനാഥാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിലവിളിച്ച വിഷയങ്ങൾക്ക് മറുപടി തരിക മാത്രമല്ല, ദേശത്ത് മഹത്വം വെളിപ്പെടുമാറ് ഭവനത്തെ ഉയർത്തി നിർത്തി മാനിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി തരിക മാത്രമല്ല, ചില ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങൾ കാണത്തക്ക നിലയിൽ ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. സുബിൻ എന്ന് പറയുന്ന സുബിൻ വർഗീസ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തതാണ്, കർത്താവ് വേലയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടതാണ്. ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ ചില നിരാശയുടെ അനുഭവങ്ങൾ നീ പുറത്തു പറയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഗിദെയോനെ പോലെ ഒരു വിളി കിടപ്പുണ്ട്. ആ വിളി കൊത്തവണ്ണം ആയിത്തീരുവാൻ ദൈവാത്മാവ് വിളിക്കുകയാണ്. ഇന്ന് ഒരു ചരിത്രം മാറത്തക്ക നിലയിൽ ഒരു അഭിഷേകത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ. ഒരു വലിയ നിറവ്, ഒരു പ്രത്യേക കൃപ ദൈവാത്മാവ് ഒരു ഗിഫ്റ്റായി ഈ പ്രിയ മകന്റെ മേൽ പകർന്ന് അവൻ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കുന്ന അനുഭവങ്ങളെ ദൈവാത്മാവ് ദർശിക്കുന്നു. റിബല ജീവ നഗാദി രഗദാനികാൽ അർത്ഥന നീ കുഴഞ്ഞു പോകേണ്ടതില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കട്ടുകാലത്ത് കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ എന്ന് വചനം പറയുന്നു. നിന്റെ കുഴച്ചിലുകൾ മാറാൻ പോവുകയാണ്. ദൈവാത്മാവ് എന്നോട് 40-ാം സങ്കീർത്തനം ഇടപെടുകയാണ്. കുടഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും കയറ്റി ഉറപ്പുള്ള ഭാരമേ നിർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ഇന്ന് പകൽ യഹോവയുടെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ കാത്തിരുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുത വിട തരാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. സോനു പാസ്റ്ററോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഗിദെയോനെ പോലെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. തുറക്കാത്ത ചില വാതിലുകളെ ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കുക. എന്ത് പദ്ധതിക്ക് വേണ്ടി ദൈവം ആക്കി വെച്ചുവോ ആ പദ്ധതിയുടെ വിശാലതയിലേക്ക് ദൈവാത്മാവ്
കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. റബന ഷഗന റാഖി അസൂന അത്തനെ ജിവാൻ അഗസി ഖാൽബാന ഹത്തുരി അത്തന മനാദികത്തിന് തലയ്ക്കകത്ത് വേദന, തലയുടെ പുറകുവശത്ത് ഈ ചെവിയുടെ പുറകിലായിട്ട് മുകൾ മുതൽ താഴോട്ട് വേദനയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം ഒരു വിടുതൽ തരാൻ പോകുകയാണ്. അർദ്ധനാർഗക്ഷ തലം മന്ദമായിരിക്കുന്ന പോലെ, അത് കണ്ണ് മങ്ങുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഇപ്പോൾ മാറിപ്പോട്ട് സൗഖ്യം വ്യാപരിക്കട്ടെ. അർദ്ധന ജഗല വനാദിയാനക അർദ്ധനാർഗക്ഷ കാലുമുട്ടിന് വല്ലാത്ത വേദന അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഇടത്തേക്കാലിന് മുട്ടും താഴോട്ട് പെരുപ്പം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അർദ്ധന അസ്ഥികളെ, അസ്ഥി സംബന്ധമായുള്ള ചില പ്രശ്നങ്ങളെ ദൈവം തൊടുകയാണ്. റിബാന ഷിക്കു നഹാസിയാന അർദ്ധനി റിഗാലുക അസ്ഥി സംബന്ധമായ രോഗബന്ധനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. റിബൽ ഖനാദിക ശശി അർദ്ധന വരാദികൽക്കനാർ ഗസു മാലബന്ധന അല്ല ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഇന്ന് പകൽ ദൈവമാർന്ന ഒരു പുത്തൻ വഴി ദൈവം തുറക്കാൻ പോകുന്നു. തലമുറയ്ക്ക് വേണ്ടി അതിൽ പ്രാർത്ഥിക്കുന്ന ഭവന വഴത്തിന്മേൽ ഇന്ന് പല ഒരു വിടുതൽ ദൈവമാർ കൈമാറാൻ പോവുകയാണ്. ചില കെട്ടുകൾ അഴിയുമ്പോൾ തന്നെ ചില വിടുതൽ കൂടെ വെളിപ്പെടാൻ പോവുകയാണ്. ചില കെട്ടുകൾ അഴിയുമ്പോൾ തന്നെ ചില വിടുതൽ കൂടെ വെളിപ്പെടാൻ പോവുകയാണ്. ചിലരുടെ പൊസിഷൻ ദൈവം മാറ്റും. പൊസിഷൻ മാറ്റും. ജീവനം സദരം സുഗതം ഉടകം ധാനം പരകാതം അർത്ഥനം ഋഗക്ഷം ദൂരഘടകം അർത്ഥനം ജിലക്തനാശ്വസ്യ യാത്ര പൂർത്തീകരിക്കത്തില്ലെന്ന് വാദിക്കുന്നില്ല വാദഗതികൾ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. റബന ശിവന അഗസ്യാനുക ശിവന അഗസ്യാനുക. ഹല്ലേലൂയ. ഏലിയാവിന്റെ മേൽ യഹോവയുടെ കൈ വന്നപ്പോൾ അവൻ ആത്മാവിൽ ആഹാമിന്റെ രഥത്തിന് മുമ്പാകെ ഓടി കയറിയെങ്കിലും സ്തോത്രം ചെയ്യുന്നു. ഇസബേലിന്റെ വാക്ക് കേട്ട് അവൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി. അവിടെ വെച്ച് അവൻ പറയുന്നത് മതി കർത്താവേ, എന്റെ പ്രാണൻ എടുത്തുകൊള്ളണമെന്നാണ്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ദൂരയാത്രയുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? നീ ആത്മാവിൽ ഓടിത്തുടങ്ങിയ ഒരു ഓട്ടം ഉണ്ടല്ലോ, അത് നീ പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോളാം. അതുകൊണ്ട് അതിനെ തടഞ്ഞ ഇസ്രായേലി വ്യാപാരങ്ങളെ വെട്ടിമാറ്റി, മരുഭൂമിയുടെ അനുഭവങ്ങളെ വെട്ടിമാറ്റി നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു കുതിച്ചെഴുന്നേൽപ്പ്. യാത്രയെ ബ്ലോക്കായി പോയ അനുഭവങ്ങൾ, അത് വിദേശ യാത്രകൾ ഉൾപ്പെടെ, ഭൗതികമായ യാത്രകൾ ഉൾപ്പെടെ, ആത്മീയ യാത്രയും ഉൾപ്പെടെ ദൈവാത്മാ പറയുന്നു ഒരു മുന്നേറ്റം ഇന്ന് പകൽ ദൈവാത്മാ കൈമാറുകയാണ്. ശക്തമായ ഒരു അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ശക്തമായ ഒരു നിറവ് വ്യാപരിക്കുന്നു. ആത്മാവിനെ പുറപ്പെടുവിക്കാൻ പോകുന്നു. യഹോവയുടെ കൈ നിന്റെ മേൽ വരികയാണ്. ദൈവത്തിന്റെ കരം നിന്റെ മേൽ ചലിക്കുകയാണ്. ആത്മാവിന്റെ കരം ഇപ്പോൾ നിങ്ങളുടെ മേൽ ചലിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. റീബ ലഹസ്യാനുക. ദൈവം നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുകയാണ്. ഏതൊക്കെ മേഖലയെ നിന്നെ ബ്ലോക്ക് ആക്കി വെച്ചോ, ആ ബ്ലോക്കുകളെ ഇന്ന് പകൽ ദൈവം എടുത്തു മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു മരുഭൂമിയുടെ അനുഭവം ഏലിയാവിന് വന്നു എങ്കിൽ സ്വന്തം ആ അനുഭവത്തെ ദൈവം മാറ്റിയിട്ട് കർത്താവിനെ മുന്നോട്ട് കൊണ്ടുപോയതുപോലെ ഇന്ന് ദൈവാത്മാവർ ദൈവം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുകയാണ്. യാത്രയുടെ തടസ്സങ്ങൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ, ശുശ്രൂഷയുടെ തടസ്സങ്ങൾ മാറട്ടെ. ആ ദൈവത്തിന്റെ ദർശനത്തിലേക്ക്, യഥാർത്ഥമായി ദൈവം വിളിച്ച ശുശ്രൂഷയിലേക്ക് ഗിദെയോൻ കടന്നു വന്നത് തന്റെ കുടുംബത്തിൽ കടന്ന വിടുതൽ മുഖാന്തരമാണെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരേണ്ടതായ പ്രത്യേകമായ ഒരു ഡെലിവറൻസ് ആണ് ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മുടെ മേൽ കൈമാറിയിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഇടിക്കേണ്ടതിനെ ഇടിക്കുവാൻ, പൊളിക്കേണ്ടതിനെ പൊളിക്കുവാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാൻ ഒരു അധികാരമാണ് ഇന്ന് കാലത്ത് ദൈവം കൈമാറിയിരിക്കുന്നത്. സ്തോത്രം. ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന് അങ്ങനെ പറയുന്നു, ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം ഒരു വിടുതൽ തരാൻ പോകുന്നു. റിബൽ ബനാഷികന സുതി അത്തുനിയ അർച്ചന ക്യാൻസർ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. റീബു ലഖാനി അതു അടക്കസ്യാനുക. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. ആക്സിഡന്റ് സംബന്ധമായുള്ള ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുപോട്ടെ. ഈ പുറം നടു വെട്ടുന്നത് പോലെ, പുറത്തിന്റെ ഒരു സൈഡില് ഇങ്ങനെ പൊളക്കുന്നത് പോലെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് തൊടാൻ പോവുകയാണ്. റീബന ഷിഗന ഹസു അർച്ചന പൂർണ്ണമായ ഒരു സൗഖ്യം ഇപ്പോൾ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ ഒന്ന് ആരാധിക്കാനുള്ള സമയം മുന്നിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആത്മാവിൽ ഇന്നവൽ ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ചില വിടുതലുകൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവാത്മാവ് കൈമാറാൻ പോകുകയാണ്. ക്ഷമനാർഗസ്യ ഒറ്റ മനുഷ്യനെ പോലെ ഗിദെയോൻ ആ വിദ്യാനുശക്തികളെ, കിഴക്കേ ദേശക്കാരെ, അമാലിയക്കരെ പരാജയപ്പെടുത്തി വലിയൊരു ജയം പ്രാപിച്ചതുപോലെ ഇന്ന് നിന്റെ മുമ്പിലുള്ള വെല്ലുവിളികളുടെ മേൽ ദൈവം നിനക്ക് ജയം തന്ന് നിന്റെ ദർശനത്തിലേക്ക്, ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിലേക്ക്, അഥവാ
ദൈവം പറഞ്ഞ കാര്യത്തെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഒരു മുന്നേറ്റം ദൈവാത്മാ തരുവാൻ പോകുകയാണ്. ഹൽബ റബ ഷീബാന ഹസിയാനക അർത്തി ജഗാനകക്ഷസ്യ ദൈവസ്നേഹം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഗിദെയോനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാള, അതൊരു പ്രത്യേകതയാണ്. 7 വയസ്സുള്ള കാള. എന്താണ് 7 വയസ്സുള്ള കാള എന്ന് പറയുന്നത്? എപ്പോഴും ഇവന്റെ പ്രശ്നം തുടങ്ങിയോ അപ്പോൾ തന്നെ ആ പ്രശ്നത്തിലുള്ള പരിഹാരവും അവന്റെ വീട്ടിൽ ദൈവം ഒരുക്കി വെച്ചു. സ്തോത്രം ചെയ്യുന്നു. നിനക്ക് ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നത്തോടൊപ്പം തന്നെ അതിനുള്ള പരിഹാരവും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഏറ്റെടുക്കുമ്പോഴാണ് വിടുതൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഇവന്റെ പ്രശ്നം ആരംഭിക്കുന്നത് 7 വർഷം മുമ്പാണ്. അതേ 7 വർഷം മുമ്പ് ഒരു കാളക്കുട്ടി അവന്റെ വീട്ടിൽ ജനിക്കുവാൻ ഇടയായി തീർന്നു. അത് മറ്റൊന്നിനും ആയിരുന്നില്ല, ഗിദെയോന് യാഗം കഴിക്കുവാൻ, ഗിദെയോന് ബലിപീഠത്തെ ഇടിക്കുവാൻ. അതിനുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആത്മാവിൽ ചിലതിനെ ഇടിക്കുവാൻ, ആത്മാവിൽ ചിലതിനെ വെട്ടുവാൻ വേണ്ടിയാണ്. ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവവചനം ആത്മാവിന്റെ വാളുകൊണ്ട് ഇന്ന് ചിലതിനെ വെട്ടിക്കളയുവാൻ, ആത്മാവിന്റെ ശക്തിയാൽ ചിലതിനെ ഇടിച്ചു കളയുവാൻ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, അല്ലെങ്കിൽ കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ള പോരിന്റെ ആയുധങ്ങൾ, ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ ഞാൻ നീയും തയ്യാറാകുമ്പോൾ ഏത് വെല്ലുവിളി തകരുവാനിടയായി തീരും. അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ വെച്ചതാണ് ചെയ്തത്. അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ, പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയത് അവിടെ ഒരു യുദ്ധം നടന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ ഇന്ന് നീ തയ്യാറായിക്കൊള്ളുക. എവിടെയായിരിക്കുന്നുവെങ്കിലും, ഏത് ദേശത്തായിരിക്കുന്നുവെങ്കിലും, ഏത് സ്ഥിതിയിലായിരിക്കുന്നെങ്കിലും, ഏത് സാഹചര്യത്തിലായിരിക്കുന്നെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ഇതിനോട് പറഞ്ഞ ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ഈ ദുർഗത്തിന് മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാഗം കഴിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിലതിനെ ഇടിക്കുമ്പോഴാണ് നീ ചിലത് പണിയാൻ പോകുന്നത്. കർത്താവിന്റെ ദാസന്മാരെ, ചിലതിനെ തകർത്ത്, ചില ദേശശക്തികളെ തകർത്ത് സഭകൾ പണിയാൻ പോകുകയാണ്, യാഗപീഠങ്ങൾ പണിയാൻ പോകുകയാണ്, പുതിയ പുതിയ സഭകൾ ഉണ്ടാകാൻ പോകുന്നു, പുതിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇന്ന് പല ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്തു. ദൈവാത്മാ പറയും, അതിനാ ദൈവത്തിനെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇന്ന് പല ഇടിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് ഇടിക്കാം, തകർക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് തകർക്കാം. ദൈവാത്മാവ് അതിനുവേണ്ടി നമ്മെ അഭിഷേകം ചെയ്യട്ടെ. അല്പസമയം ആത്മാവിൽ സ്തോത്രം ചെയ്തേ. ആത്മാവിൽ അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ നിന്ന് സ്തോത്രം ചെയ്തേ. അന്യഭാഷ ഇല്ലാത്തവർ ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇടിക്കുവാനും തകർക്കുവാനും പൊളിക്കുവാനും പണിയുവാനും നടുവാനുള്ള ദൈവത്തിന്റെ അധികാരവും കൃപയും ഇപ്പോൾ ദൈവജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. ഒരു യാഗപീഠം നീ പണിയാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിൽ ഒരു യാഗപീഠം നീ പണിയാൻ പോകുന്നു. നിന്റെ ദേശത്ത് നീ ഒരു യാഗപീഠം പണിയാൻ പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നീ യാഗപീഠം പണിയേണ്ടവനാണ്. അത് പണിയുമ്പോഴാണ് നിന്റെ ദർശനത്തിലേക്ക് നീ ചുവട് വെച്ച് കയറാൻ പോകുന്നത്. ഇന്ന് പകൽ ദൈവം വിളിച്ചത് വെറുതെ അല്ല, ദൈവം തിരഞ്ഞെടുത്ത് വെറുതെ അല്ല. ഇന്ന് പകൽ കർത്താവ് അതിനു വേണ്ടി നമ്മെ അഭിഷേകം ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവേ, നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിനോട് സഭയോട് ചേർന്നു എന്ന് വായിക്കുന്ന പോലെ വലിയ കൂട്ടങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ നിന്റെ ദാസന്മാരെ നീ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ സ്തോത്രം. ഗിദെയോനെ ഉപയോഗിച്ചതുപോലെ ഇടിക്കേണ്ടതിനെ ഇടിക്കുവാൻ, വെട്ടേണ്ടതിനെ വെട്ടുവാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാൻ ദൈവാത്മാ ഇപ്പോൾ ഇവരെ അഭിഷേകം ചെയ്യണമേ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ, എല്ലാ നുഖങ്ങളും തകരട്ടെ, എല്ലാ അന്യായ ബന്ധനങ്ങളും അഴിയട്ടെ. പാരമ്പര്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിതാക്കന്മാർ കൊണ്ട് സ്ഥാപിച്ചു വെച്ച പാരമ്പര്യത്തിന്റെ അവകാശവാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തകർന്നു മാറട്ടെ. അത്തരം പാരമ്പര്യമായി അവകാശം പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന സകല വാദഗതികളും ഇപ്പോൾ ജനത്തെ വിട്ട് അഴിയട്ടെ. അവർ സ്വതന്ത്രരായി മാറട്ടെ. ആത്മാവിനും
സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ, അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ, അധികാരത്തിന്റെ വേല ചെയ്യുവാൻ, അധികാരത്തോടെ ദൈവരാജ്യത്തിന്റെ നിൽക്കുവാനുള്ള കൃപ ഇപ്പോൾ ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. നടുവിന് വേദന മാറട്ടെ, പുറം പുളക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ, കഴുത്തിന് വേദന മാറട്ടെ, കണ്ണിന്റെ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. അർത്ഥമന ശകന അർഗാനുഗസ്യാനുക ക്ഷീണാവസ്ഥകളെല്ലാം മാറട്ടെ, തളർച്ചകളെല്ലാം മാറട്ടെ. അർത്ഥമനകസ്യ ആശുപത്രി കിടക്കയിലായിരിക്കുന്ന രോഗികളെ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ചിലത് ഓപ്പറേഷന് വിധേയപ്പെടുമെന്ന് വാദിക്കുന്ന ചില വാദഗതികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അബോർഷനുകൾ മാറട്ടെ. ഈ തലമുറയെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. വാഗ്ദത്ത സന്തതികൾ യേശുവിന്റെ നാമത്തിൽ ജനിക്കട്ടെ. ദൈവ പ്രവർത്തിക്കായി ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ മിനിസ്ട്രിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവ് അനേകർക്ക് അനുഗ്രഹമായി ഇത് മാറട്ടെ. ഈ ശുശ്രൂഷ എഴുതുന്ന കർത്താവിന്റെ ദാസന്മാരെ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവാത്മ ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ, യഹോവയുടെ കൈ ചിലരെ തൊട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ കരത്തിന്റെ പ്രവൃത്തി ചില ജീവിതങ്ങളെ ദൈവാത്മ അവിടുന്ന് ദൂരെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അന്യ രാജ്യങ്ങളിൽ കിടക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന വിഷയങ്ങളെ ഇപ്പോൾ ഒരു നീക്കുപോക്ക്, ഒരു ഡെലിവറൻസ് ദൈവാത്മ കൽപ്പിക്കുന്നുവല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൂരെയുള്ള തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേൽ ഇപ്പോൾ വിടുതൽ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. റീബന ഷകൂര അർദാന ജിവാനിയ വന്ധിനി വാരാദിയ മാനവർത്തി നഗൽശ്വസ്യാനുക അതിന് സംബന്ധമായ ചില വെല്ലുവിളികൾ, പോരുകൾ അഴിഞ്ഞു പോകട്ടെ. ചില കേസുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പുതിയ അഭിഷേകത്തോടെ ഇതേവനെ പോലെ ഇടിക്കേണ്ടതിന് ഇടിച്ച്, പണിയേണ്ടതിന് പണിത്, ദൈവിക ദർശനത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വം കൊടുക്കുവാൻ, അനേക സഭകൾ സ്ഥാപിക്കുവാൻ, ശുശ്രൂഷ ശക്തിപ്പെടുവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. കർത്താവ് അടി നൽകിയിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.